എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വയനാട് ദുരന്തം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. 300-ലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. നൂറുകണക്കിന് ഭവനങ്ങൾ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്തും സൗകര്യങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ, മരണപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വാസ്തവത്തിൽ നമ്മയെല്ലാം ദുഃഖിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വലിയ വാർത്തയാണ് ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വയനാട്ടിനെ ഓർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹായ ഹസ്തങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്നായിരിക്കും. അതിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി കണ്ടത്. എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക, അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേക സഹായങ്ങൾ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില വിവാദമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് ആരും പറയരുത്. കാരണം അതൊക്കെ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നാണ് രാഷ്ട്രീയ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഇതുപോലെ യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവരും വാർത്ത വായിക്കുന്നവരൊക്കെ പറയേണ്ടത്. ഇത്തരത്തിലൊരു സന്ദർഭത്തിലല്ല ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി ഈ സന്ദർഭത്തിലല്ല ചെയ്യേണ്ടത്. എന്ത് കാര്യങ്ങൾക്ക് മുന്നിലും സാമ്പത്തികം, പണം വേണം. അപ്പോൾ ഇത്രയും വലിയൊരു പ്രദേശത്ത് ഉണ്ടായ ഒരു അപകടം, അതിനെ തരണം ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സാമ്പത്തിക ശേഷി ഗവൺമെൻറ്റിനുണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ലഭിക്കുന്ന പണം അത് ഒരിക്കലും അത് കൊടുക്കരുത് എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് കരകയറാനായിട്ട് സാധ്യമായുള്ളൂ. എന്നാൽ ക്രൈസ്തവ സഭകളുടെ പ്രാതിനിധ്യം എന്താണ്? ദുരന്തമുണ്ടായപ്പോൾ ആദ്യം തന്നെ കത്തോലിക്ക സഭ തങ്ങളുടെ അവർ വ്യക്തമാക്കി, ഈ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെയും പാരിഷ് ഹാളുകളൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് അവർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, വീട് നഷ്ടപ്പെട്ടവർക്ക് ഭവനം പണിത് കൊടുക്കും എന്ന് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. നല്ല മാതൃകാപരമായ ഒരു തീരുമാനമാണ് കത്തോലിക്ക സഭ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് കേട്ട ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വാർത്ത, ഓർത്തഡോക്സ് സഭ 50 വീടുകൾ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഒരു വീടിന് 10 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ടുകൊണ്ട് 50 വീടുകൾ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വന്ന ഈ വാർത്തയെ ഓർത്ത് വളരെ അഭിമാനം കൊള്ളുന്നു. ഓർത്തഡോക്സ് സഭ ഇപ്രകാരം ഒരു നടപടി സ്വീകരിച്ചത്, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ കൈനീട്ടിയത്, അർഹതപ്പെട്ടവർക്ക് ഭവനം വെച്ച് കൊടുക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നതിൽ അഭിനന്ദനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ 50 വീട് എന്ന് പറയുമ്പോൾ 50 കുടുംബങ്ങൾക്ക് ആശ്വാസമാകുകയാണ്. അപ്പോൾ ക്രൈസ്തവ സഭ വളരെ ശക്തമായ രീതിയിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. അപ്പോൾ കത്തോലിക്ക സഭയോടും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയൊക്കെ CSI ഒക്കെ ചെയ്യുന്നത് പോലെ പെന്തക്കോസ്തൽ സഭകളും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം.
പെന്തക്കോസ്തൽ സഭകൾക്ക് അതിന് കഴിയും. അതിനുള്ള സാമ്പത്തിക സ്രോതസ്, സാമ്പത്തിക ശേഷി പെന്തക്കോസ്തൽ സഭകൾക്കുണ്ട്. ഇന്ന് അമേരിക്കയും കാനഡയും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ, സമ്പന്ന രാജ്യങ്ങളിൽ താമസിക്കുന്ന പെന്തക്കോസ്തൽ മലയാളികളായിട്ടുള്ള ആളുകൾ അവരുടെ സഭാ നേതൃത്വത്തെ വിളിച്ച് നമുക്കും കഴിയുന്നത് പോലെ 10 വീടെങ്കിൽ 10, 50എങ്കിൽ 50, 100എങ്കിൽ 100 വീടുകൾ വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സന്ദേശം സമൂഹത്തിന് പകരുന്നത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പന, അത് നമ്മൾ പ്രമാണിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ബ്രദറൻ സഭകൾ, പെന്തക്കോസ്റ്റൽ വിഭാഗമായ അസംബ്ലീസ് ഓഫ് ഗോഡ്, 8 കോടി വിശ്വാസികളുണ്ട് ലോകം മുഴുവൻ. ഇന്ത്യയിൽ സ്ഥാപിതമായ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് ഡിവിഷൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ഇതുപോലെയുള്ള ദ പെന്തക്കോസ്റ്റൽ മിഷൻ സഭ, ഇങ്ങനെയുള്ള പെന്തക്കോസ്റ്റൽ സഭകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം. എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു വണ്ടി വിളിച്ച് കുറേ ഡ്രസ്സുമായിട്ട് കുറച്ച് ബണ്ണോ ബിസ്ക്കറ്റോ ബ്രെഡോ ഒക്കെ ആയിട്ട് പോയി അവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ കണ്ടു കഴിഞ്ഞു, പല സഭകളും ബാനറും പോസ്റ്ററൊക്കെ അടിച്ച് വയനാടിനെ സഹായിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്ററൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്, അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ അത് ഈ ബ്രെഡും മണ്ണും ഡ്രസ്സും മേടിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ സ്വന്തം പോക്കറ്റിലേക്ക് ഇടാതെ എന്തെങ്കിലും ഗുണകരപരമായ കാര്യങ്ങൾ ചെയ്യണം. വീടുകൾ വെച്ച് കൊടുക്കണം. ഒരു 10 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കണം സഭകൾ. അവരുടെ ആജീവനാന്ത കാലം ആ കുട്ടികളെ പഠിപ്പിക്കാൻ, 100 കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കാം. IPC സഭയ്ക്ക് പറയാൻ കഴിയും, ചർച്ച് ഓഫ് ഗോഡിന് പറയാൻ കഴിയും, ഏജിക്ക് പറയാൻ കഴിയും. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും മറ്റ് ഇതര എപ്പിസ്കോപ്പൽ സഭകൾ ചെയ്യുന്നത് പോലെ നമുക്കും അത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഓർത്തഡോക്സ് സഭ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൽ അവരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അത് അർഹതപ്പെട്ടവരുടെ ഇടയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തക്കോസ്റ്റൽ സഭകളും ഇങ്ങനെയുള്ള ഈ സംരംഭത്തിൽ പങ്കാളികളാകണം. അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൈനീട്ടി അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം. അവിടെ നഷ്ടപ്പെട്ടു പോയ ഓരോ വ്യക്തികളും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ഭവനത്തിലുള്ളവരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരെ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യണം. എനിക്ക് രാഷ്ട്രീയപരമായി ഞാൻ ആ പാർട്ടിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളല്ല എങ്കിൽ പോലും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്, അതിൽ പാർട്ടിയെന്നോ ജാതിയെന്നോ മതമെന്നോ നോക്കാതെ എല്ലാവരും സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരണം. ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. കത്തോലിക്ക സഭയും അതുപോലെ ഓർത്തഡോക്സ് സഭയും ഈ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച അവർ കാലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവർ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.